പോകുന്നത് കേക്കിൽ എങ്ങനെ ഐസിങ് ചെയ്യാന്നുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന്റെ ഫ്ലേവർ ആയിട്ട് കേക്കിന് ഫ്ലേവർ ആയിട്ട് ഞാൻ ചെയ്യുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഐസിങ് ചെയ്യാന്നുള്ളത് എങ്ങനെയെന്ന് മനസ്സിലാവും, വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഐസിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിപ്പിംഗ് ക്രീം എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് മാർക്കറ്റിൽ പല ടൈപ്പ് വിപ്പിംഗ് ക്രീംസും അവൈലബിൾ ആണ്. അതായത് ഡയറി വിപ്പിംഗ് ക്രീം, നോൺ ഡയറി വിപ്പിംഗ് ക്രീം, ഡയറി പ്ലസ് നോൺ ഡയറി വിപ്പിംഗ് ക്രീം, അതുപോലെ പൗഡേർഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീംസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഡയറി വിപ്പിംഗ് ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡയറി ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം സ്റ്റിഫായി കിട്ടില്ല, അത് വാട്ടറി ആയിട്ട് മാറും. ഇനി അഥവാ സ്റ്റിഫായി കിട്ടിയാൽ തന്നെ നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലാക്കി അത് ലൂസായിട്ട് മാറും. ഓക്കെ, അപ്പോൾ മാക്സിമം ഐസിങ് ചെയ്യുമ്പോൾ ഡയറി വിപ്പിംഗ് ക്രീം നിങ്ങൾ യൂസ് ചെയ്യരുത്. നോൺ ഡയറി ആയിട്ടുള്ള, അതായത് വെജിറ്റബിൾ ഫാറ്റ് മാത്രം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീംസ് നമുക്ക് യൂസ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നന്നായിട്ട് സ്റ്റിഫായിട്ട് നിൽക്കുക നോൺ ഡയറി ആയിട്ടുള്ള വെജിറ്റബിൾ ഫാറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് നന്നായിട്ട് സ്റ്റിഫായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ നല്ലതാണ് ഡയറി പ്ലസ് നോൺ ഡയറി, അതായത് വെജിറ്റബിൾ ഫാറ്റും ആനിമൽ ഫാറ്റും രണ്ടും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമും നമുക്ക് നന്നായിട്ട് സ്റ്റിഫായി കിട്ടും കേട്ടോ. പിന്നെ പൗഡേർഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമും കിട്ടും. അത് നമുക്ക് അത്ര ലോക്കലി നമുക്ക് സുലഭമായി കിട്ടുന്ന പൗഡേർഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നമുക്ക് ഐസിങ് ചെയ്തിട്ട് എടുക്കാൻ. ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഹോട്ടൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് പൗഡേർഡ് വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഒന്നും കൂടി നന്നായിട്ടിരിക്കും. കാരണം അത് പ്രൊഫഷണലി യൂസ് ചെയ്യുന്നവർക്ക് ആയിട്ടും വരുന്നതാണ്. അപ്പൊ അങ്ങനത്തെ വിപ്പിംഗ് ക്രീം വലിയ കുഴപ്പമില്ല കേട്ടോ. നോർമലി നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ചെറിയ പാക്കറ്റിലൊക്കെ കിട്ടുന്ന വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് അങ്ങനെ. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നോൺ ഡയറി വിപ്പിംഗ് ക്രീം, അതായത് വെജിറ്റബിൾ ഫാറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഇത് സ്വീറ്റൻഡ് ആണ് കേട്ടോ. മിക്ക വെജിറ്റബിൾ ഫാറ്റ് വിപ്പിംഗ് ക്രീംസും സ്വീറ്റൻഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനിമൽ ഫാറ്റ് പ്ലസ് വെജിറ്റബിൾ ഫാറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നോൺ ഡയറി പ്ലസ് ഡയറി വിപ്പിംഗ് ക്രീം പറഞ്ഞല്ലോ, അതിൽ ചിലതിലൊന്നും സ്വീറ്റൻഡ് ആവില്ല, അൺസ്വീറ്റൻഡ് ആയിട്ടായിരിക്കും വരിക. അത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പഞ്ചസാര പൊടിച്ച് നമ്മൾ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് എഴുതിയിട്ടുണ്ടാവും, സൈഡിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടത് ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പ് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 1 കപ്പ് ഷുഗർ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം, 1:2 എന്ന റേഷ്യോയിൽ വേണം നമ്മൾ ഷുഗർ സിറപ്പും വെള്ളം എടുക്കാൻ കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് ഷുഗർ ആണ് എടുക്കുന്നത്, അതിന് 1 കപ്പ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് എടുക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് വേണം നമ്മൾ വെള്ളം യൂസ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണ് ഷുഗർ സിറപ്പ്, ഈ ഐസിങ്ങിനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാം. ഇതവിടെ സ്റ്റൗ ടോപ്പിൽ മുകളിൽ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം, അതായത് നമ്മൾ എടുക്കുന്ന ഷുഗറിന്റെ ഇരട്ടി വെള്ളം വേണം നമ്മൾ ഇതിന് എടുക്കാൻ കേട്ടോ. ഇനി ഈ ഷുഗർ ഒന്ന് അലിഞ്ഞ് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ആക്കാം കേട്ടോ. വല്ലാണ്ട് വറ്റി ഭയങ്കര തിക്ക് സിറപ്പൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് ഇതിൽ ഡിസോൾവ് ചെയ്താൽ മതി കേട്ടോ. ഈ പ്രോസസ്സ് നമ്മൾ കേക്ക് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തു വെക്കേണ്ട സംഭവമാണ് കേട്ടോ. അത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ഇതിലോട്ട് കേക്കിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ ഇത് കേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളക്ക് മാത്രമല്ല, ഇത് നന്നായിട്ട് ഡിസോൾവ് ആവും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഷുഗർ ഈ വെള്ളത്തിൽ നന്നായിട്ട് ഡിസോൾവ് ആയി. ഇനി നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കാം, നന്നായിട്ട് ചൂടാറണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയാലേ നമുക്ക് ഇത് ഐസിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് ചെയ്ത് വെക്കണേ. ഇനി നമ്മൾ ഐസിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം, ലെയർ ചെയ്ത് വെക്കാം. അതെങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടാ കേട്ടോ. നമ്മൾ ടേൺ ടേബിൾ എടുക്കാം. ഫസ്റ്റ് ടേൺ ടേബിൾ എടുത്തു. ഞാനിതാ ഇവിടെ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ഉണ്ട്. 7 ഇഞ്ച് ബേസിൽ 1 kg കേക്കായിട്ട് 1/2 kg ഒരു പാനിലും 1/2 kg ഒരു പാനിലുമായിട്ട് ചെയ്ത് വെച്ച കേക്കാണ്. ഇത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു കേക്ക് എടുത്തു, ടേൺ ടേബിളിന്റെ മുകളിൽ വെച്ചു. ഇനി നൈഫ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെയും ടൂൾസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ
അത് വെച്ച് അങ്ങനത്തെ ഒക്കെ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും കട്ട് ചെയ്യാൻ. ഇതും ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ് കട്ട് ചെയ്യാൻ. അത് നമ്മൾ ഇത് ഒരു പോയിന്റ് പിടിക്കുക, സെന്ററിൽ ഒരു പോയിന്റ് പിടിക്കുക. ഓക്കെ, കൈ ജസ്റ്റ് അമർത്തരുത്, ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്ത് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഓക്കെ, തിരിച്ചു കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോവുക. അപ്പൊ കറക്റ്റ് നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ഒരു ഇതുമില്ലാതെ ഉള്ളില് നല്ല ഈവൻ ആയിട്ട് കിട്ടും. കണ്ടോ, നല്ല കറക്റ്റ് ഈവൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 2 പീസും ഇതാ ഈവൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ വേണം നമ്മൾ നൈഫ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ. വളരെ എളുപ്പമാണ്. നൈഫ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് കേട്ടോ. മറ്റ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നേക്കാളും ഏറ്റവും നല്ലത് നൈഫ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ, വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ കട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ നമ്മള്, കാരണം സ്റ്റോർ ചെയ്യണമെങ്കിൽ ബാക്കി ഇപ്പൊ കുറച്ചല്ലേ എടുക്കുള്ളൂ ഒരു കേക്കിന്. ബാക്കി സ്റ്റോർ ചെയ്യാൻ വലിയ കട്ടായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടുവന്ന് പോകും. ചെറിയ കട്ടേ നമ്മൾ ചെയ്തുകൊള്ളുന്നുണ്ടെങ്കിൽ 1 വീക്ക് ഒക്കെ ഇരിക്കും കേട്ടോ നമ്മളെ ക്രീം. അപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കുന്ന ക്രീം അല്ല കേട്ടോ, ഇത് റെഫ്രിജറേറ്ററിൽ താഴെ വെക്കുന്ന ക്രീമാണ്. ഫ്രീസറിൽ വെക്കുന്ന ഐസ് കട്ടി പോലത്തെ ക്രീം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പേ, അതായത് വിപ്പിംഗ് ചെയ്യുന്നതിന്റെ നമ്മളിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ നിൽക്കൂലേ, ആ സമയത്ത് തന്നെ നമ്മൾ പുറത്ത് ഇറക്കി വെക്കണം കേട്ടോ. ഫ്രീസറിന് പുറത്ത് ഇറക്കി വെച്ച് അതൊന്ന് മെൽറ്റായി ഇതേപോലെ ലൂസ് കൺസിസ്റ്റൻസി ആയതിനു ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റെഫ്രിജറേറ്ററിൽ വെക്കുന്ന ക്രീമാണ്. അങ്ങനത്തെ 2 ടൈപ്പ് ക്രീം അവൈലബിൾ ആണ്. ഇപ്പൊ ഞാനിവിടെ ഖത്തറിലാണ്, അതുകൊണ്ടാണ് ഇവിടുത്തേത് കൂടുതലും ഇങ്ങനത്തെ റെഫ്രിജറേറ്റഡ് ക്രീമാണ് അവൈലബിൾ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഫ്രീസറിൽ വെക്കുന്ന ടൈപ്പ് ക്രീം ആയിരിക്കും അവൈലബിൾ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് വിപ്പ് ചെയ്യാം. ഇതിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വാനില എസൻസ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഷുഗർ ഓൾറെഡി ഉള്ള ക്രീം ആയതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതിൽ. അപ്പൊ നമുക്ക് ക്രീം വിപ്പ് ചെയ്യാലോ അല്ലെ. ഇത് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് വേണം, നമ്മളിപ്പോ ഉള്ളിലോട്ട് ചെയ്യുന്ന ക്രീം ആകുമ്പോൾ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇതിപ്പോ കുറെയൊക്കെ വിപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷുഗർ ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര, നമ്മൾ നോർമൽ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ വേവ് പോലെ ഇത് ക്രീം ആവുകയാണെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം വിപ്പായിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം. വിപ്പിംഗ് ക്രീം ഇവിടെ വിപ്പ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്ക് വേണം. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ്, ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഇടാൻ. വൈറ്റ് ചോക്ലേറ്റ് വേണം. പിന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്പോഞ്ച് കേക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് കേട്ടോ. അപ്പൊ നമുക്കിത് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ജസ്റ്റ് കത്തി വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു പീസ് ചോക്ലേറ്റ് ഇടുക. എന്നിട്ട് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം. ഗ്രേറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പൊ ഞാനിതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐസിങ്ങിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ബോട്ടിലോട്ടാക്കി. എന്നിട്ട് ഒരു പിന്ന് വെച്ച് ഇതിന്റെ മുകളിൽ ഹോൾ ഇട്ട് കൊടുത്തു, നമുക്ക് ഈസിയിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇതുപോലത്തെ കുപ്പികൾ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് ഈസിയിൽ അങ്ങനെ ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഐസിങ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഐസിങ് ചെയ്യാൻ കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടിഷ്യൂ ഇതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്, ഇതൊന്ന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്തിട്ടെടുക്കാം. ആദ്യം ഒരു പീസ് കേക്ക് പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ വിപ്പിംഗ് ക്രീം കുറച്ച്
ഈ ബോർഡിന്റെ മുകളിൽ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഈ കേക്ക് പീസ് ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സോക്ക് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്ന ഈസിയിൽ ഷുഗർ സിറപ്പ് ഈ കേക്കിലാക്കി കൊടുക്കാൻ പറ്റൂട്ടോ. കേക്ക് ഒന്ന് നനഞ്ഞ് സോക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കേക്ക് ഒന്ന് വെറ്റായാൽ മതി കേട്ടോ. വെറ്റായി ഇനി ഇതുപോലെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടൻസ് മിൽക്ക് ഉണ്ടല്ലോ, അതെടുക്കാം. അതെടുത്ത് കുറേശ്ശെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ നൂല് പോലെ എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിൽ നൂല് പോലെ എല്ലാ ഭാഗം കണ്ടൻസ് മിൽക്ക് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ കേക്ക് മേക്കിംഗ് ഐസിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മെസ്സി ആയിട്ടുള്ള സംഭവമാണ്. അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്രീം വെച്ച് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ സ്പാച്ചുല വെച്ചിട്ട് സ്പാച്ചുല ഇതുപോലെ ഒന്ന് പിടിക്കുക. സ്പാച്ചുല ഇങ്ങനെ പിടിക്കുക. ഒരു വിരല് ഇവിടെ വെച്ചിട്ട് ഒരു ഫെദർ ടച്ച് പോലെ മുകളിൽ അല്ലാണ്ട് അമർത്തി ചെയ്യരുത്. ജസ്റ്റ് ഇതാ ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. ഇതാണ് ഇങ്ങനെയാണ് ക്രീം സ്പ്രെഡ് ചെയ്യേണ്ടത് കേട്ടോ. ജസ്റ്റ് ഒരു ഫെദർ ടച്ച് പാടുള്ളൂ, അല്ലാണ്ട് അമർത്തിയ ഇങ്ങനെ ക്രീം കൊണ്ട് കുമിഞ്ഞു പോകും. ഇനി ഇതിന്റെ മുകളിലോട്ട് നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ അടുത്ത പീസ് എടുത്തു വെച്ചു. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അതൊന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമർത്തി കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ കേക്കിന്റെ ഈ ബേസ് ഭാഗം ഉണ്ടല്ലോ, അടിഭാഗം, അത് മുകളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ഇനി 2 പീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബേസ് ഇപ്പൊ 2 ബേസ് അങ്ങനെ നമുക്ക് കിട്ടും 2 കേക്കായി ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു ബേസ് നമ്മൾ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് മുകൾ ഭാഗം ഫ്ലാറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, എല്ലാം നമ്മൾ സാധാരണ കട്ട് ചെയ്തിട്ട് ആ സാധാരണ കിട്ടുന്ന മുകൾ ഭാഗം ചിലപ്പോൾ ചിലവർ കേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കൂർത്തിരിക്കുമല്ലോ, ആ കൂർത്തിരിക്കുന്ന ഭാഗമാണ് നമ്മൾ മുകളിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഐസിങ് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടൂല. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ബേസ് ആയിട്ട് കിട്ടുന്ന അടിഭാഗം ഉണ്ടല്ലോ അത് മുകൾ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ലാസ്റ്റ് പ്രോസസ്സാണിത്. ഓക്കെ, ഇനി ഐസിങ് ചെയ്യാം. ഓക്കെ, ഇതാ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി ഗ്രേറ്റഡ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ ബേസ് വരുന്ന ഭാഗം മുകൾ ഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുത്തു. ഇപ്പൊ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ആ മുകൾ ഭാഗത്തും ഇതുപോലെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. ഓരോ ലെയർ നമ്മൾ വെക്കുമ്പോഴും ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കേക്ക് എപ്പോഴും നന്നായിട്ട് മോയിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ക്രം കോട്ടിംഗ് ചെയ്യാൻ പോവാണ്. മെയിൻ കോട്ടിംഗ് അല്ല, ക്രം കോട്ടിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ക്രം കോട്ടിംഗ് ചെയ്ത് ഒരു 15-20 മിനിറ്റ് ഫ്രിഡ്ജിൽ നല്ല സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഫ്രീസറിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ഓക്കെ, ജസ്റ്റ് ഈ ഇതുപോലെ നമ്മൾ അൺഈവൻ ആയിട്ടാണല്ലോ അവിടെ ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ഈവൻ ആക്കിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ക്രീം തട്ടാത്തോടൊക്കെ ക്രീം തട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ക്രം കോട്ടിംഗ് ചെയ്യുന്നത് കേട്ടോ. ഇതിന്റെ ഇതൊക്കെ ചെയ്യുന്ന പ്രോപ്പറായിട്ട് ചെയ്യുന്ന, അതായത് ഷാർപ്പ് എഡ്ജ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതില്. അപ്പോൾ ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ കേക്കും മുമ്പ് ചെയ്തിട്ടുള്ള കേക്കുകൾ കുറച്ച് സൂംഡ് ആയിട്ടായിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനത്തെ കേക്കിന്റെ ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇതിപ്പോ നമ്മൾ സ്ക്രാപ്പർ എടുത്തിട്ട് എക്സസ് ആയിട്ട് ഇരിക്കുന്ന ക്രീം ഇതേപോലെ നമ്മൾ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് വടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. കണ്ടോ, ഇതുപോലെ വടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഇതാ ക്രം കോട്ട് റെഡിയായി. കേക്ക് ക്രം കോട്ട് ആയിട്ട് സെറ്റ് ആയി ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കാം. ഇല്ല ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കാം കേട്ടോ.
10 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് അതെടുത്തിട്ട് മെയിൻ കോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. അതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ടാവും സൈഡിൽ. അത് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വൈപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നേ. അത് നിർബന്ധമാണ് കേട്ടോ അങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ ഓരോ സമയത്ത് കേക്ക് ഐസിങ് ചെയ്യുമ്പോഴും ഇതുപോലെ ചെയ്ത് എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഓക്കെ, ഇങ്ങനെ ബാക്കി വരുന്ന ക്രീം എന്ത് ചെയ്യാന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. അത് നമുക്ക് ക്രം കോട്ട് ഒന്ന് സെറ്റ് ആവണ വരെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് മെയിൻ കോട്ട് ഇതിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കുറച്ച് ക്രീം ബാക്കിയുണ്ട്, പക്ഷെ ഇത് തികയില്ല. അപ്പം അതിന് വേണ്ടി നമ്മൾ കുറച്ചും കൂടി ക്രീം ആഡ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിലേക്ക് വാനില എസൻസ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുത്ത്, കാരണം കുറച്ച് ക്രീം ഒഴിച്ചതല്ലേ, അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പൊ ഇതാ ബീറ്റ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മെയിൻ കോട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൈപ്പിംഗ് ബാഗ് എടുക്കുന്നുണ്ട് കേട്ടോ. പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ഇതുപോലെ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. കൈ ഇതുപോലെ ആക്കിയിട്ട് ഇവിടെ പിടിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ ആക്കി ഒരു കപ്പ് പോലെ ആക്കിയിട്ട് അതിലോട്ട് ക്രീം ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പൊ ദാ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഇനിതാ ടേൺ ടേബിൾ എടുത്ത് ഇത് നമുക്ക് ഇതുപോലെ ഇവിടെ വെച്ച് ഇങ്ങനെ ചുറ്റിച്ച് ക്രീം മൊത്തത്തിൽ ഇതിലേക്ക് ആക്കി കൊടുക്കാം. മുകൾ ഭാഗത്ത് അധികം എത്തിയിട്ടില്ല ക്രീം, അതുകൊണ്ട് കുറച്ചും കൂടി ഇട്ടെന്ന് മാത്രം. ഇനി നമുക്ക് ഈ സ്ക്രാപ്പർ എടുക്കാം. ഇതുപോലെ സ്റ്റീലിന്റെ സ്ക്രാപ്പർ ഉണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ സ്ക്രാപ്പർ ഉണ്ട്. ഇനി നിങ്ങൾക്ക് സ്ക്രാപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ടൂൾസിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ വല്ല കാർഡ്സ് ഉണ്ടല്ലോ, ATM കാർഡിന്റെ ഷേപ്പിലുള്ള കാർഡ്സ്, അങ്ങനത്തെ യൂസ് ചെയ്യാത്ത കാർഡ്സ്, അതുപോലെ നമ്മളെ ഷീറ്റില്ലേ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് അങ്ങനത്തെ കാർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിത് സ്ക്രേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ സ്ക്രേപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ വെച്ചിട്ട് സ്ക്രാപ്പ് ചെയ്യരുത്. ഇതേപോലെ ചിരിച്ച് വെച്ച് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം സ്ക്രാപ്പ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ടേൺ ടേബിൾ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വല്ല ഹോൾസോ അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കുറച്ച് ക്രീം ആക്കി കൊടുക്കുക. വീണ്ടും ഇതുപോലെ സ്ലാൻഡിങ്ങിൽ വെക്കുക. സ്ലാൻഡിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെരിച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. വലിയ പാടൊന്നുമില്ല ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ മുകളിലുള്ളത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ടിഷ്യൂ വെച്ചിട്ട് ഇതൊന്ന് തുടച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഈ പറഞ്ഞ മാതിരി ഫെദർ ടച്ച് പോലെ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ, അമർത്തി ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് സൈഡിലേക്കൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. അതൊന്നും കൂടി സ്ക്രേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് എടുക്കാം. ഓക്കെ,
ക്ലീൻ ആയി. ഇനി നെക്സ്റ്റ് മുകൾ ഭാഗത്ത് ഇതുപോലെ കുമിഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ഫെദർ ടച്ചേ പാടുള്ളൂ, അമർത്തി ചെയ്യാൻ പാടില്ല. അമർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് ഇത് മൊത്തം കേടുവരുവേ. ഇത് മൊത്തം നമ്മൾ ചെയ്തതൊക്കെ വെള്ളത്തിലായി പോവും. അപ്പൊ ഒരിക്കലും അമർത്തരുത് കേട്ടോ. ഇനി ചിലവര് ഈ സ്പാച്ചുല ഇങ്ങനെ തുടക്കുന്നതിന് പകരം വെള്ളത്തിൽ ഒരു നേരിയ ചൂടുള്ള വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ചെയ്ത് ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യണവര് അങ്ങനെ ചെയ്യാം. ഇല്ലാത്തവർക്ക് തന്നെ ഇങ്ങനെ തന്നെ ചെയ്താൽ നല്ലപോലെ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതാ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഷാർപ്പ് എഡ്ജ് ചെയ്ത ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിപ്പോ സെറ്റ് ആയിട്ടുണ്ട്, നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ സൈഡിൽ നിൽക്കുന്ന ഈ ക്രീംസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ബോർഡിന്റെ മുകളിൽ നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വൈപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഇതാ നമ്മള് കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, വൈറ്റ് ചോക്ലേറ്റ്, അത് ഇതിന്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കണേ. അതൊരു മെസ്സി ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അത് താഴെ പോവാതിരിക്കാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇതിപ്പോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി സൈഡിലുള്ളതൊക്കെ ഒന്ന് തുടച്ച് നമുക്ക് വൃത്തിയാക്കി ചെയ്യാം കേട്ടോ. അപ്പൊ ചോക്ലേറ്റ്സ് ഒക്കെ സൈഡിൽ സ്പ്രെഡ് ചെയ്ത് ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 1M നോസിലാണ് കേട്ടോ. 1M നോസിൽ എടുക്കാം. ഈ നോസിൽ ഈ പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഏതുവരെ എത്തും നോക്കാം. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു കട്ട് കൊടുക്കാം. ഓക്കെ, ഉള്ളിൽ ഇട്ട് കൊടുത്ത് ഒരു കട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇനി അത് ഇതുപോലെ പുറത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മള് നോസിൽ വെച്ചിട്ടുള്ള പൈപ്പിംഗ് ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, പൈപ്പിംഗ് ബാഗ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ ഡിസൈൻ കൊടുക്കാം. ഓക്കെ, ഇതിപ്പോ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാനിത് അവിടെ എടുത്തു വെച്ചിട്ടുള്ള സ്ട്രോബെറി ഉണ്ട്, അത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഡെക്കറേഷൻ ആയിട്ട് കൊടുക്കാം കേട്ടോ. സ്ട്രോബെറി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബാക്കിയുള്ള ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഈ നടുഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നെയിം അങ്ങനെ എന്തെങ്കിലും എഴുതണം എന്നുള്ളവർ, ടോപ്പോസ് എന്തെങ്കിലും വെക്കണം എന്നുള്ളവർ ഈ നടുഭാഗത്ത് വെച്ചാൽ മതി. ഇപ്പം ഞാൻ നെയിം ഒന്നും എഴുതുന്നില്ല, അതുകൊണ്ടാണ് ഈ ഗ്രേറ്റഡ് ചോക്ലേറ്റിനെ നടുഭാഗത്ത് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിലും ചെറിയ നോസിൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അത് ഞാൻ എങ്ങനെ ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം.
ഇതുപോലെ തന്നെ കുഞ്ഞ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഇതേപോലെ ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. ഇപ്പൊ നമ്മളെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സെറ്റ് ആയില്ലേ? അടിപൊളിയല്ലേ? ഇതുപോലെ ഇത്ര ഈസിയിൽ നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എളുപ്പമല്ലേ ചെയ്തെടുക്കാന്? നല്ല എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ കേക്ക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ സ്പോഞ്ചിന്റെ റെസിപ്പി വേണ്ടവർ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് പോലെ തന്നെ എടുത്ത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വേറെ തന്നെ ഞാൻ വീഡിയോ സ്പോഞ്ചിന്റെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് 1 kg, 1/2 kg ഒക്കെ. അപ്പൊ അതിനൊക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടവര് ഡീറ്റെയിൽ ആയിട്ട് എത്ര ഗ്രാംസ് ആണ്, എത്ര കപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിന്റെ ഐസിങ്ങിന്റെ ഷാർപ്പ് എഡ്ജ് എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ വീഡിയോയും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ വല്ലാണ്ട് ഇലാബറേറ്റ് ചെയ്യാത്തത് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരുപാട് ലെങ്ത് ആയി പോകും എന്നുള്ളതുകൊണ്ട്, വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഞാൻ മുമ്പേ ചെയ്ത് വെച്ച വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ലിങ്കിൽ നിങ്ങൾ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അതിൽ ഷാർപ്പ് 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സ്ക്വയർ കേക്കിൽ എങ്ങനെ ഷാർപ്പ് എഡ്ജ് ചെയ്യണം എന്നുള്ളതും റൗണ്ട് കേക്കിൽ എങ്ങനെ ഷാർപ്പ് എഡ്ജ് ചെയ്യാന്നുള്ളതും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീട്ടിലൊക്കെ ഇതൊക്കെ ചെയ്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻസാ, ആനിവേഴ്സറി അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ കൈ കൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കി എടുക്കാം ഇതുപോലെ ഈസി ആയിട്ട്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ ഇനി ഇതേപോലത്തെ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. ശ്രദ്ധിക്കേണ്ടത് വിപ്പിംഗ് ക്രീം ഇറ്റ്സ് നോട്ട് ഫെയർ അറ്റ് ഓൾ. അവിടെ ഒക്കെ ഫ്രെയിമാണ്. അടുപ്പോ ലൂപ്പർ